പറഞ്ഞതിനെ പാർട്ടിക്കെതിരെ പറഞ്ഞു എന്ന രീതിയിൽ പറഞ്ഞത് ശരിയല്ല. ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് ഊതിപ്പെരിപ്പിച്ച് വലിയ ഒരു വിഷയമാക്കി കൊണ്ടുവന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരം ആക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണ്. നിങ്ങൾ ഞാൻ പറഞ്ഞ എന്താണെന്ന് കേട്ടേ. ചുമതലകൾ ഇല്ലായിരുന്നത് കൊണ്ട് പാർട്ടി പറയുന്നിടത്ത് മാത്രം പോകണം എന്നുള്ള തീരുമാനിച്ചു. അത് പാലക്കാടും വയനാടും അതേപോലെ തന്നെ ചേലക്കരയും പാർട്ടി പറയുന്നിടത്ത് പോകണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാനതല്ലേ പറഞ്ഞുള്ളൂ. നിങ്ങളാണതിനെ ഊതിപ്പെരിപ്പിച്ച് വേറെ തലത്തിൽ കൊണ്ടുപോയി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് പറയാതിരിക്കാൻ മേല. ഞാൻ പാർട്ടിക്കെതിരെ പറഞ്ഞിട്ടില്ല, പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യം ഉണ്ടാക്കിയെടുത്ത് അത് ഈ പറയാത്ത വാക്കുകൾ എൻ്റെ വായിലിട്ട് തന്നാൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ തരത്തിലാണ് മാധ്യമപ്രവർത്തനങ്ങൾ വളരെ ഖേദകരമാണ്. അതിലെ ശരി തെറ്റ് അന്വേഷിച്ചു പോകുന്ന ആളല്ല. അത് എൻ്റെ ചുമതലയല്ല. അത് സംഘടനാപരമായി അത് KPCC പ്രസിഡന്റും AICC നേതൃത്വമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. എൻ്റെ മിഷൻ വേറെയാണ്. എൻ്റെ മിഷൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വേറെയാണ്. അത് ഭംഗിയായിട്ട് ചിട്ടയായിട്ട് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എല്ലാവരും കൂടി ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. എനിക്ക് എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം അത്തരം കാര്യങ്ങളിൽ കിട്ടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടായിരുന്നു. പിന്നെ ജനാധിപത്യ പാർട്ടികളല്ലേ ഇത്തിരി ചർച്ചകളൊക്കെ വരും. അതിനൊന്നും അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ഗൗരവം അതിന് കൊടുക്കേണ്ട. ഗൗരവം പറഞ്ഞ അഭിപ്രായങ്ങൾ ആളുകൾ പറഞ്ഞാൽ, മുതിർന്ന നേതാക്കളും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും അഭിപ്രായം പറഞ്ഞാൽ അത് ഗൗരവത്തോടുകൂടി കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യും. അതിനെന്താ, അത് മുതിർന്ന നേതാക്കന്മാരുടെ അനുഭവങ്ങളും ചെറുപ്പക്കാരുടെ ആവേശവും ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ തെരഞ്ഞെടുപ്പ് ശൈലിയും രീതിയുമായിരുന്നു. ഉറപ്പായി തുടരും. എന്താ സംശയം? അതിലെ ശരി തെറ്റാൻ. ശരി, നമുക്ക് നമ്മുടെ റിപ്പോർട്ടർമാരിലേക്ക് പോകാമല്ലേ. കോട്ടയത്ത് നിന്ന് ഷിനോജും കണ്ണൂരിൽ നിന്ന് ഫെലിക്സുമാണ്. ആദ്യം ഷിനോജ് ചാണ്ടി ഉമ്മനുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷിനോജ്, ഈ വാർത്തകൾ മറ്റു തലങ്ങളിലാണ് പോകുന്നത്, അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്. താൻ പാർട്ടിയെക്കുറിച്ചൊന്നും പാർട്ടിക്കെതിരായി പറഞ്ഞിട്ടില്ല, VD സതീശനെതിരായി ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ പറഞ്ഞതൊക്കെ പറഞ്ഞത് തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വ്യാഖ്യാനിക്കപ്പെടുന്നത് മറ്റു തലത്തിലാണ്. അത് മാധ്യമ വാർത്തകൾ അടിസ്ഥാനത്തിലൊന്നുമല്ല. അതിന് ഉദാഹരണമാണ് ഇതാ VD സതീശന് ഒരു അതൃപ്തി ഉണ്ട് എന്നുള്ള കാര്യം പോലും. പൂജ, ഈ VD സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ടീമിനോട് ചാണ്ടി ഉമ്മൻ അതൃപ്തി തുടങ്ങിയിട്ട് കാലം കുറച്ചായി. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ വടകരയിൽ വിജയിക്കുന്നു. അതിനുശേഷം ഷാഫി പുതുപ്പള്ളിയിൽ തിരിച്ചെത്തിയ സമയത്തൊക്കെ തന്നെ പുതുപ്പള്ളിയിലെ പല ഭാഗങ്ങളിലും ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി ഷാഫി പറമ്പിലാണ് എന്ന തരത്തിൽ ഫ്ലക്സ് ബോർഡുകളൊക്കെ തന്നെ അന്ന് വലിയ രീതിയിൽ സജീവമായിട്ടുണ്ടായിരുന്നു. പക്ഷേ രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും ആ ഫ്ലക്സ് ബോർഡുകളൊന്നും തന്നെ അവിടെ കണ്ടില്ല. നേതൃത്വം ഇടപെട്ടുകൊണ്ട് ആ ഫ്ലക്സ് ബോർഡുകളൊക്കെ എടുത്ത് മാറ്റുകയായിരുന്നു എന്നാണ് പിന്നീട് നൽകിയ വിശദീകരണമൊക്കെ തന്നെ. ആ സമയത്ത് തുടങ്ങിയതാണ് ഈ ഷാഫി പറമ്പിലും ചാണ്ടി ഉമ്മനുമായിട്ടുള്ള ചെറിയ തർക്കങ്ങൾ. അതൊക്കെ പുറത്ത് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ അതൃപ്തികളൊക്കെ തന്നെ ഇന്നലെ ഈ ചാണ്ടിയുടെ പ്രസ്താവനയോട് കൂടി പുറത്തു വരികയാണ് നമ്മൾ കണ്ടത്. ചാണ്ടി പറയുന്നത് നമ്മൾ കേട്ടതാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മതിയായ പ്രാധാന്യം നൽകിയില്ല, മാത്രമല്ല തനിക്ക് ചാർജ്, പഞ്ചായത്തിൻ്റെ ചാർജ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ പാർട്ടി തന്നെ നിയോഗിച്ചില്ല തുടങ്ങിയ പരിഭവങ്ങളൊക്കെയാണ് ചാണ്ടി പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ ഈ ചാണ്ടിയുടെ പ്രസ്താവന വന്നതിന് പിന്നാലെ തന്നെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ ചാണ്ടിക്ക് പിന്നിൽ പണി നേതാക്കളും, പ്രത്യേകിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, രമേശ് ചെന്നിത്തല, മുരളീധരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ചാണ്ടിക്ക് പിന്നിൽ അണിനിരക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ VD സതീശന് വിരുദ്ധ ഗ്രൂപ്പിന് അടിക്കാൻ കിട്ടിയ ഒരു ആയുധമായിരുന്നു ഈ ചാണ്ടി ഉമ്മൻ്റെ പ്രസ്താവന തരത്തിൽ നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം ആ രീതിയിലുള്ള പ്രസ്താവനകളാണ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നായിട്ട് മുരളീധരൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒന്ന് വന്നത്. അതുകൊണ്ട് തന്നെയാണ് KPCC പ്രസിഡന്റ് ഈ വിഷയത്തിൽ ഇടപെടുകയും ചാണ്ടി ഉമ്മന് അവിടെ ഇന്നലെ ഫോൺ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. ചാണ്ടി ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് താൻ പറഞ്ഞതിലൊന്നും തന്നെ ചാണ്ടി ഇപ്പോൾ പിന്നോട്ട് പോകുന്നില്ല. അതേസമയം ഒരു പരസ്യമായ യുദ്ധത്തിലേക്ക് ചാണ്ടി ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇനി പറയാനുള്ളതൊക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ പറയും. മാധ്യമങ്ങൾ അതിനെ വളച്ചൊടിച്ച് വഷളാക്കിയാണ് ചെയ്തത്. പക്ഷേ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതുപോലെ അവിടെ നിൽപ്പുണ്ട്. തനിക്ക് വ്യക്തമായ പ്രാധാന്യം ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നേതൃത്വം നൽകിയില്ല. അത് നേതൃത്വം അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്തതാണ് എന്നൊരു വാദം കൂടി ചാണ്ടി ഉമ്മൻ ഉയർത്തുന്നുണ്ട്. എന്തായാലും ചാണ്ടി ഉമ്മൻ പറഞ്ഞതിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകുന്നില്ല. അതേസമയം VD സതീശനെതിരെ പരസ്യമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ചാണ്ടി പോകുന്നുമില്ല. പൂജ. ശരി, ഫെലിക്സ് പുളിക്കൽ കൂടിയുണ്ട്. ഫെലിക്സ്, ഇപ്പോൾ ചാണ്ടി ഉമ്മൻ സതീശൻ ഈ അഭിപ്രായ പ്രകടനങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. കഴിഞ്ഞ ദിവസം MK രാഘവനെതിരായ പ്രതിഷേധവും സസ്പെൻഷനിലായ നേതാക്കൾ പ്രതിപക്ഷ നേതാവിനെ കാണുന്നു, പക്ഷേ ഒരു ഉറപ്പും കിട്ടിയില്ല എന്നവർ പറയുന്നു. ഇങ്ങനെ പല അടരുകളിലാണ് കോൺഗ്രസിലെ ഈ ഒരു കലഹം മൂത്തു നിൽക്കുന്നത്. അത് ഏതെങ്കിലും രീതിയിൽ ഒരു സമവായത്തിലെത്തിക്കാനോ ഈ പ്രവർത്തകരുടെ ഉള്ളിലുള്ള ഒരു രോഷത്തെ തണുപ്പിക്കാനുള്ള ശ്രമങ്ങൾ കണ്ണൂർ കേന്ദ്രീകരിച്ചൊക്കെ നടക്കുന്നുണ്ടോ?
ദിവിഷ്, ഈ ചാണ്ടിയുമ്മൻ്റെ വിഷയത്തിൽ വി ഡി സതീശൻ അതൊരു കാര്യമായിട്ട് എടുക്കുന്നില്ല. അതായത് ചാണ്ടിയുമ്മൻ നടത്തിയ വിമർശനങ്ങൾ അല്ലെങ്കിൽ പരസ്യ പ്രതികരണം അതിലൊരു കാര്യവുമില്ല, അതിൽ എല്ലാവർക്കും മറുപടി പറയേണ്ട ആവശ്യവുമില്ല എന്ന് പറയുന്നത് നിസ്സാരവൽക്കരിക്കുകയാണ് വി ഡി സതീശൻ ഇന്ന് ചെയ്തത്. പക്ഷേ കണ്ണൂരിലെ കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയമാണ്. അതായത് എം കെ രാഘവൻ എം പിയുടെ നാട്, അദ്ദേഹം കോഴിക്കോട് എം പി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാട് പയ്യന്നൂരാണ്. അപ്പോൾ ആ നാട്ടിൽ നിന്ന് തന്നെ വലിയ വിമർശനമുണ്ടാകുന്നു. അതായത് ഈ വിഷയത്തിൽ പാർട്ടിക്കാർക്ക്, അതായത് പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരിയവരെയും വിറക് വെട്ടിയവരെയും ഒക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് CPM-കാർക്ക് ഇങ്ങനൊരു ജോലി നൽകുമ്പോൾ അത് വലിയ അമർഷം പാർട്ടിക്കുള്ളിലുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ വി ഡി സതീശൻ വ്യക്തമാക്കുന്നത് അതിലൊരു രമ്യമായ ഇടപെടൽ ഉണ്ടാകും, പരിഹാരം ഉണ്ടാകുമെന്നാണ്. അതായത് ഈ വിഷയം ഇങ്ങനെ പ്രശ്നമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഏതായാലും പ്രതിപക്ഷ നേതാവ് ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്നൊരു പശ്ചാത്തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം എം കെ രാഘവൻ എം പി ഒരു പക്ഷത്ത് നിൽക്കുമ്പോൾ കണ്ണൂർ DCC മറുവശത്താണ്. അതൊരു പരസ്യപ്പോരിലേക്ക് കണ്ണൂരിലെ കോൺഗ്രസ് നേതൃത്വവും എം കെ രാഘവൻ എം പിക്കൊപ്പമുള്ളവരും തമ്മിലൊരു പരസ്യപ്പോരിലേക്ക് കാര്യങ്ങൾ പോകുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലെത്രയും വേഗം ഇടപെട്ട് പരിഹരിക്കും എന്നതാണ് വി ഡി സതീശൻ വ്യക്തമാകുന്നത്. കാരണം അത് വലിയ രൂക്ഷമായി പോവുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഈ കല്യാശ്ശേരി പയ്യന്നൂർ പോലുള്ള മേഖലകൾ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന നേതാക്കളും പ്രവർത്തകരുമാണ്. അവരെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് വലിയ രീതിയിൽ ദോഷം ചെയ്യും എന്ന് പാർട്ടിക്ക് വിലയിരുത്തലുണ്ട്. കണ്ണൂർ DCC-ക്കും KPCC പ്രസിഡന്റ് വി ഡി സതീശനും ഇക്കാര്യത്തിൽ സമാനമായ നിലപാടാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ രമ്യമായ പരിഹരണം എത്രയും വേഗം ഉണ്ടാക്കാനാണ് തീരുമാനം. പക്ഷേ എം കെ രാഘവൻ MP ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് ഏത് രീതിയിൽ അത് പരിഹരിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ശരി, ഫെലിക്സ് പുളിക്കലും ഷിനോജുമാണ് വിവിധയിടങ്ങളിലെ വിവരങ്ങൾ പങ്കുവച്ചത്.